ഒരു ചൂട് സമയത്ത് നമുക്ക് പപ്പായ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനവിടെ ഒരു പപ്പായയുടെ ഹാഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും തിക്നെസ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിൽ തന്നെ ആവശ്യമായ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ്. അപ്പോൾ ഒരു നാരങ്ങ ജ്യൂസ് മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിൽ നമുക്ക് പപ്പായ ജ്യൂസ് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.